കണ്ണൂരിൻ്റെ ആത്മീയ ചൈതന്യമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ പോയിട്ടുള്ള ആരും മറക്കാത്ത ഒരു രുചിയുണ്ട്. ജാതിമതഭേദമന്യേ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ വരി നിന്ന് വാങ്ങിക്കഴിക്കുന്ന മുത്തപ്പൻ്റെ പ്രിയപ്പെട്ട പ്രസാദം പുഴുങ്ങിയ വൻപയറും തേങ്ങാക്കൊത്തും. വെറുമൊരു ലഘുഭക്ഷണമല്ല ഇത്. വിശക്കുന്നവൻ്റെ വയറും സങ്കടപ്പെടുന്നവൻ്റെ മനസ്സും ഒരുപോലെ നിറയ്ക്കുന്ന മുത്തപ്പൻ്റെ കരുതലാണിത്. മടപ്പുരയിലെ ആ വലിയ ചെമ്പിൽ വേവിച്ചെടുക്കുന്ന പയറിൻ്റെയും കൂടെ കിട്ടുന്ന ചൂട് ചായയുടെയും രുചി അത് അനുഭവിച്ച് തന്നെ അറിയണം. ഇന്ന് എൻ്റെ വ്ളോഗിലൂടെ ആ പുണ്യപ്രസാദത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ എങ്ങനെ ഇത് തയ്യാറാക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തര കേരളത്തിലെ തെയ്യം അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണികമായ പൂജാവിധികളല്ല നിലവിലുള്ളത്. സാധാരണക്കാരായ ജനങ്ങളുടെ ആചാരങ്ങളാണ് ഇവിടെ പിന്തുടരുന്നത്. പണ്ടുകാലത്ത് ഗ്രാമീണർക്ക് എളുപ്പത്തിൽ ലഭ്യമായിരുന്നതും പോഷക ഗുണമുള്ളതുമായ ഭക്ഷണമായിരുന്നു വൻപയർ. തൻ്റെ ഭക്തർക്ക് എന്താണോ ലഭ്യമാവുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ദൈവമാണ് മുത്തപ്പൻ എന്ന വിശ്വാസമാണിതിന് പിന്നിൽ. ഞാനിവിടെ 200 ഗ്രാം വൻപയറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം വൻപയർ നന്നായി കഴുകി വൃത്തിയാക്കുക. സമയമുണ്ടെങ്കിൽ 4 മണിക്കൂർ വരെ പയർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇത് പയർ വേഗത്തിൽ വേവാനും നല്ല മയം കിട്ടാനും സഹായിക്കും. കുതിർത്ത പയർ ഒരു കുക്കറിലേക്ക് മാറ്റുക. പയറിലേക്ക് അല്പം വെള്ളമൊഴിക്കാം. ശ്രദ്ധിക്കണം, പയർ വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വെന്തിരിക്കുകയും വേണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുക്കറിൽ 3 വിസിൽ വരുന്നതുവരെ വേവിക്കുക. പയർ വേവുന്ന സമയം കൊണ്ട് തേങ്ങ ചിരവാതെ കത്തി ഉപയോഗിച്ച് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുക. മടപ്പുരയിലെ പ്രസാദത്തിൻ്റെ പ്രധാന പ്രത്യേകത ഈ തേങ്ങാക്കൊത്തുകളാണ്. പയർ വെന്തു കഴിഞ്ഞാൽ കുക്കറിലെ പ്രഷർ പോയതിന് ശേഷം തുറക്കുക. വെള്ളം അധികമാണെങ്കിൽ ഒരു അരിപ്പ ഉപയോഗിച്ച് പൂർണ്ണമായും വാർത്തെടുക്കണം. ഇതുപോലെ പയർ നല്ല ഉതിർന്നിരിക്കണം. വെള്ളം വാർത്തെടുത്ത ചൂടുള്ള പയറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ചേർക്കുക. പയറിൻ്റെ ചൂടിൽ കിടന്ന തേങ്ങാക്കൊത്തൊന്ന് വാടുമ്പോൾ അതിന് പ്രത്യേക രുചി ലഭിക്കും. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പയർ വേവിക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ ഉള്ളിലേക്ക് ഉപ്പ് പിടിക്കൂ. തേങ്ങാക്കൊത്ത് ധാരാളം ചേർക്കുന്നത് പ്രസാദത്തിന് കൂടുതൽ രുചി നൽകും. ഇതിനോടൊപ്പം നല്ല കടുപ്പത്തിലുള്ള പാൽച്ചായ കൂടി ഉണ്ടെങ്കിൽ പറശ്ശിനിക്കടവിലെ അതേ അനുഭവം വീട്ടിലും ലഭിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പറശ്ശിനിക്കടവ് സ്റ്റൈൽ വൻപയർ പ്രസാദം ഇവിടെ റെഡിയായി. ശരിക്കും ആ മടപ്പുരയിലിരുന്ന് കഴിക്കുന്ന അതേ അനുഭവം തന്നെയാണ് ഈ രുചിയും നൽകുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഇത്രയും രുചികരമായ ഒരു വിഭവം നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം. മുത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ലളിതവും മനോഹരവുമായ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പറശ്ശിനിക്കടവില് മുത്തപ്പന്റെ നടയില് വൻപയർ പുഴുക്കും തേങ്ങ പൂളും പ്രസാദം. ജാതിമത ഭേദമില്ലാതെ ഏവർക്കും നൽകും വാഴയില തുമ്പിലി ദിവ്യമാം പ്രസാദം.